ഹലോ, നമസ്കാരം. പെയിൻറ് എക്സ്പെർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഒരു ചുവരിന് ജീവൻ നൽകുന്ന പെയിൻറ്റിൻ്റെ ഓരോ കോട്ടും, ഒരു വീടിനെ വീടാക്കി മാറ്റുന്ന ഓരോ നിറവും ഒരു അദൃശ്യ കലാകാരൻ്റെ സൃഷ്ടിയാണ്. ഭാവനകളെ യാഥാർത്ഥ്യമാക്കി മാറ്റുന്ന ആ കരകൗശല വിദഗ്ധൻ്റെ പേരാണ് പെയിൻറ്റർ. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ഞങ്ങളുടെ ഇൻഡസ്ട്രിയുടെ നട്ടെല്ലായ ഞങ്ങളുടെ പെയിൻറ്റർ സുഹൃത്തുക്കൾ. എങ്കിലും നിറങ്ങളുടെ ലോകത്തെ ഈ ജോലിയുടെ പിന്നാമ്പുറത്ത് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ അക്ഷീണം പ്രയത്നിക്കുന്ന പെയിൻറ്റിംഗ് തൊഴിലാളിയുടെ നിറം മങ്ങിയ ജീവിതത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമുണ്ട്. കത്തുന്ന വെയിലും പൊടിയും രാസവസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളും അതിജീവിച്ച് കഴിഞ്ഞ 35 കൊല്ലമായി ഈ പെയിൻറ്റിംഗ് മേഖലയിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ആ ഒരു കലാകാരനെ അധികം ആരും അറിയപ്പെടാൻ സാധ്യതയില്ലാത്ത ആ പെയിൻറ്റിംഗ് തൊഴിലാളിയുടെ ജീവിതത്തിലേക്കാണ് ഈ എപ്പിസോഡ് ഇന്ന് കടന്നു പോകുന്നത്. സോ പ്രിയ പ്രേക്ഷകരെ, വെൽക്കം ടു ദി ലൈഫ് ഓഫ് ഡേവിസേട്ടൻ. പെയിൻറ് എക്സ്പെർട്ടീസ് ഇന്നുള്ളത് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമെന്നറിയപ്പെടുന്ന തൃശ്ശൂർ ജില്ലയിലെ പുല്ലൂർ എന്ന സ്ഥലത്താണ്. ഈ പുല്ലൂരാണ് കഴിഞ്ഞ 66 വർഷമായി ഡേവിസേട്ടൻ ജനിച്ചു വളർന്ന സ്ഥലം. തൻ്റെ പെയിൻറ്റിംഗ് ജീവിതത്തിലുടനീളം ട്രൂകോട്ട് പെയിൻറ്റ്സിനെ അകമഴിഞ്ഞ് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഈ ഡേവിസേട്ടൻ്റെ വീട്ടിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഡേവിസേട്ടനെ കാണാൻ പോകുമ്പോൾ നമുക്ക് ഒരാളെയും കൂടെ കൂടണം. അത് നമ്മുടെ പുല്ലൂരുള്ള ട്രൂകോട്ട് പെയിൻറ്റ്സിൻ്റെ കഴിഞ്ഞ 15 കൊല്ലമായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ക്രൗൺ ട്രേഡേഴ്സ് എന്ന കടയുടെ സാരഥി, അത് നമ്മുടെ സ്വന്തം രവിയേട്ടനെ കൂട്ടാനാണ് നമ്മൾ ആദ്യം പോകുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ക്രൗൺ ട്രേഡേഴ്സ്. അപ്പോൾ ഇതാണ് രവിയേട്ടൻ. കഴിഞ്ഞ 15 20 ആണോ? 20 വർഷം. സോറി, 20 വർഷമായിട്ട് നമ്മുടെ ട്രൂകോട്ടിനൊപ്പം ഞങ്ങളുടെ നെടുംതൂണായിട്ട് പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ ഡീലറാണ് രവിയേട്ടാ. ഞാൻ നന്നായിട്ട് ചെയ്യാറുണ്ട്. ട്രൂകോട്ട് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റാണ്. ഇതിൽ ട്രിയോയ്ക്ക് നല്ലൊരു ഏരിയ കവർ ചെയ്യും. ഒരുപാട് ഏരിയ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ നല്ല ബ്രൈറ്റ്നെസ് ഉണ്ട്. ഇത് ആൾക്കാർക്ക് ഇത് താല്പര്യമാണ്. നല്ല വീട്ടുകാർക്ക് പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് തന്നെ വേണമെന്ന് പറയും. ട്രിയോയ്ക്ക് അത്രയും നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ട്രയോ ഉപയോഗിക്കുന്ന ഒരു പെയിൻറ്ററാണ് നമ്മുടെ ഈ ഡേവിസേട്ടൻ അല്ലേ? ട്രിയോ ട്രൂകോട്ട് മാത്രം ചെയ്യുന്ന ഒരു പെയിൻറ്ററാണ്. ആൾക്ക് 20 കൊല്ലമായിട്ട്, ഞാൻ 20 കൊല്ലമായി കട തുടങ്ങിയിട്ട് 20 കൊല്ലമായിട്ട് ട്രൂകോട്ട് മാത്രം ചെയ്യുന്നൊരു പെയിൻറ്ററാണ്. അപ്പോൾ നമുക്കിന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലൊന്ന് പോകണം. ഒന്ന് പോയിട്ട് അദ്ദേഹത്തിന് ചെറിയൊരു സർപ്രൈസ് കൊടുക്കാം. പിന്നെ അതുകൂടാതെ ഞങ്ങളൊരു ചെറിയൊരു ഗീവ് അവേ പ്രൈസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഡേവിയേട്ടനും ട്രൂകോട്ടും ചേർന്ന് അദ്ദേഹത്തിന് നമുക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് അങ്ങോട്ടൊന്ന് പോയാലോ? ഓക്കെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? നല്ലതായിട്ട് പോകണം. ഇവിടെയാണ് വീട് അല്ലേ? വീടല്ലേ? വഴി കുറച്ചുള്ളൂ. ഓ, അതിനെന്താ, നടക്കാനുള്ള വഴിയില്ലേ? മകൻ ഇന്ന് ജോലിക്ക് പോയോ? അവൻ കോട്ടയത്താണ്. ഓ ഓ ഓ ഓ, ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം ഡേവിസേട്ടാ, ഇതാണ് വീട് അല്ലേ? ഓക്കെ. ആദ്യം എൻ്റെ വീട് ഇതായിരുന്നു. ഓ, ഇതായിരുന്നു വീട്. ഓ, അപ്പോൾ ഞാൻ തറവാട്ടിൽ നിന്ന് മാറി ഇങ്ങനെ വെച്ച് 9 കൊല്ലം അതിൽ കിടന്നു. ഓ ഓ ഓ ഓ ഓ, ഇവിടെ ഒറ്റമുറിയേ ഉള്ളൂ. ഓ ഓ. അപ്പോൾ ഇവിടെ ഇപ്പം എന്താ ചെയ്യുന്നത്? അതിലിപ്പോൾ വിറക് കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുക. പഴയ സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ചാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അവിടെ നിന്ന് പിന്നെ ഈ വീട് അങ്ങനെ വീട് മാറിയത് പിന്നെ പള്ളി വകയായിട്ട്. പള്ളിയുടെ കെയർ ഓഫിൽ ചെയ്യുന്നതല്ലേ? പിന്നെ ഈ നോവൽ ബ്രെഡ് കമ്പനിക്കാരൻ്റെ ഇവിടെ നിന്ന്. അപ്പോൾ ആളാണ് അതിന് മെയിൻ ഇത് എടുത്തത്. പള്ളിയിൽ ചെന്ന് പറഞ്ഞ്. ഓക്കെ ഓക്കെ. അതിലിപ്പോൾ ഈ പെയിൻറ്റിങ്ങിൻ്റെ കംപ്ലീറ്റ് ആളെ വക എനിക്ക് കംപ്ലീറ്റ് പ്രോത്സാഹനം ചെയ്തു, ഫ്രീ ആയിട്ട് കൊടുത്തു. ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ അറിഞ്ഞത് നമ്മുടെ ട്രൂകോട്ട് അടിച്ചതെന്നോട് പറഞ്ഞു. ഇത് അടിച്ചതാ? ഇത് ട്രിയോ തന്നെ അടിച്ചത്. മറ്റുള്ള പെയിൻറ്റുകൾ അടിക്കുമ്പോൾ ചില വീടുകളിൽ കൊച്ചു പിള്ളേരുണ്ടെങ്കിൽ അവരടുത്ത വീട്ടിലേക്ക് മാറി പോകും. കാരണം വല്ല സ്മെല്ലും കാര്യങ്ങളും ചിലപ്പോൾ ഈ മറ്റേ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളോ
അപ്പം ഇതടിച്ചപ്പോൾ അവിടെ ഉള്ളവർക്ക് ഇന്നലെ മണമുള്ള മുല്ലപ്പൂവിൻ്റെ വാസന. അപ്പോൾ എന്നോട് ചോദിച്ചിട്ട് പെർഫ്യൂം അടിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പെർഫ്യൂം ഒന്നും അടിച്ചില്ല, ഇതിൻ്റെ വാസനയാണ്. അപ്പോൾ അവർക്ക് വിശ്വാസം വരില്ല. എന്നാൽ മണക്ക് വയ്ക്കണം പറഞ്ഞു. അപ്പോൾ ശരിയാണല്ലോ, മണക്ക് വയ്ക്കിട്ട് പറയാം ഇത് ശരിയാണല്ലോ. അപ്പോൾ ആ മുറികളടിച്ചപ്പോൾ 2 ദിവസം നല്ല സ്മെല്ല് കിട്ടും. ഇതാണ് വീട് അല്ലേ? അതെ. ചേച്ചി, ഞങ്ങൾ ട്രൂ കോട്ട് പെയിൻസിൽ നിന്നാണ്. ഞങ്ങൾ മറ്റേ രവിയേട്ടൻ്റെ കടയിൽ കഴിഞ്ഞ 20 കൊല്ലമായിട്ട് നമ്മൾ പെയിൻറ്റ് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ബ്രാൻഡിൻ തുടങ്ങിയിട്ട് അതെ. കൊല്ലമായി. എന്താ ചേച്ചിയുടെ പേര്? ജാൻസി. എവിടെയാണ് വീട്? എവിടെയാണ് ശരിക്കും? കോട്ട. അപ്പോൾ ചേച്ചി, അപ്പോൾ എന്തായാലും നിങ്ങളെയൊക്കെ ഒന്ന് കാണുക, പരിചയപ്പെടുക. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പം ഞങ്ങളുടെ സെയിൽസ് മാനേജറും ഞങ്ങളുടെ ഇവിടുത്തെ സെയിൽസിൻ്റെ ഇൻചാർജാണ് പോൾബിൽ. ഇവർ രണ്ടുപേരും ഒരു ദിവസം ഈ രവിയേട്ടൻ്റെ കടയിൽ നിൽക്കുമ്പോഴാണ് ഡേവിസേട്ടനെ കാണുന്നത്. അപ്പോൾ ഡേവിസേട്ടൻ ഇങ്ങനെ നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് ഒരാളോട് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് അവരിങ്ങനെ കണ്ടു. അപ്പോഴാണ് ഇദ്ദേഹം നമ്മുടെ കഴിഞ്ഞ 20 കൊല്ലമായിട്ട് നമ്മുടെ പെയിൻറ്റ് ചെയ്യുന്ന കാര്യമൊക്കെ അവർ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾക്ക് ഇവിടെ നിങ്ങളെ വന്ന് കാണണം എന്നുള്ളൊരാഗ്രഹം വന്നത്. എന്തായാലും വന്നു, കണ്ടു, സന്തോഷം. അപ്പോൾ ഇവിടെ വീട്ടിൽ ഇപ്പം ഡേവിസേട്ടനും വൈഫിൻ്റെ പേര് ജാൻസി, മകൻ്റെ പേര് അലക്സ്. നിങ്ങൾ 3 പേരേ ഉള്ളൂ. അപ്പോൾ ഡെയിലി ഇപ്പം ഡേവിസേട്ടൻ്റെ ജോലി ഉണ്ട്. ഒറ്റയ്ക്കാണോ ചെയ്യുന്നത് അതോ? ഉണ്ട്. നിങ്ങളൊരു ഗ്രൂപ്പായിട്ടാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ മെയിൻലി നമ്മൾ എന്ത് ടൈപ്പ് പണികളാണ്, പെയിൻറ്റ് പണികളാണ് ചെയ്യാറ്? വീടിൻ്റെ പോളിഷിങ് ചെയ്യും. പക്ഷേ കൂടുതൽ വർക്ക് വരുന്നത് നമുക്ക് ഈ ഭിത്തിയുടെ പണിയാണ്. ഭിത്തിയുടെ പണി ചെയ്യുന്നതോടുകൂടി ഇപ്പോൾ നമുക്ക് പെയിൻറ്റിങ്ങും പോളിഷൊക്കെ ഉണ്ടാവില്ല. അത് പുതിയ പോളിഷും ചെയ്യാറുണ്ട്, പുതിയതും ചെയ്യാറുണ്ട്. പിന്നെ അടിച്ച് കിടക്കണത് നമ്മളിപ്പോൾ റീപെയിൻറ്റ് അതും ചെയ്യാറുണ്ട്. ഈ ഇൻ്റർലോക്കിംഗ് കട്ടകളൊക്കെ അടിക്കാറുണ്ടോ? ഉണ്ട്. ഫ്ലോർ ഷീൽഡ് ചെയ്യാറുണ്ട് അല്ലേ? ചെയ്യാറുണ്ട്. അതിപ്പോൾ ജൈവമായിട്ട് അവിടെ തന്നെ ചെയ്തിട്ടുണ്ട് ഞാൻ തന്നെ. ആണല്ലേ? ഫ്ലോർ ഷീൽഡ് എങ്ങനെയുണ്ട് ഉപയോഗിച്ചിട്ട്? അത് കുഴപ്പമില്ല, നല്ലത് തന്നെയാണ്. ഉണ്ടോ? ഈ നമ്മളിപ്പം കരാറ് പണിയാണോ ചെയ്യുന്നത് അതോ ദിവസം കൂലിയും ചെയ്യും? അപ്പോൾ ഡേവിസേട്ടാ, ഡേവിസേട്ടൻ്റെ പ്രിയപ്പെട്ട സാധനം കേട്ടോ. അപ്പോൾ ഇത് ഡേവിസേട്ടൻ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് അടിച്ച് കാണിക്കും. ശരി, എന്നാ ഇവിടെ അടിച്ചാലോ? ഓക്കെ. അപ്പോൾ ഡേവിസേട്ടാ, ഈ ട്രിയോ എന്താണെന്ന് അറിയാൻ പാടാത്ത നമ്മുടെ പ്രേക്ഷകർ ചിലപ്പോൾ കാണും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഈ ട്രിയോ എന്താണെന്നൊന്ന് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടിച്ച് കാണിക്കാം കേട്ടോ. ഓക്കെ. ട്രിയോയെ പറ്റി എന്താണ് പറയാനുള്ളത്? ട്രിയോയെ പറ്റി എനിക്ക് 20 കൊല്ലമായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ്. ഇത് ഇന്ത്യയിലും എക്സ്റ്റീരിയലും കൂടിയതാണ്. നമുക്ക് സീലിങ്ങിലും വാൾമുകളും അടിക്കാം. അങ്ങനെ യാതൊരു കുഴപ്പമില്ലാത്ത കൊച്ചു കുട്ടികൾക്കൊന്നും കുഴപ്പമില്ലാത്ത ഏറ്റവും നല്ല പ്രൊജക്റ്റാണിത്. അത് ചേട്ടന് അങ്ങനെ ഒരു ബോധ്യമുണ്ട്? ഉണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഇതിൻ്റെ വെള്ളം വെളിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ശരിയായ വൈറ്റ്നസ് ശരിക്കും കിട്ടും. അപ്പോൾ ആ കറ അഴുക്കൊന്നും കാണില്ല. പക്ഷേ നമ്മൾ സാധാരണ വീട് പെയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലുള്ള അഴുക്കുകൾ നമുക്ക് ശരിക്കും കഴുകി കളയുന്നതാണോ നല്ലത്? കഴുകി കളയില്ലോ. ഇതിപ്പോൾ നമ്മൾ തൽക്കാലം ടെസ്റ്റിന് വേണ്ടി അത് കഴുകി കളയാറുണ്ട്. കഴുകി കളഞ്ഞിട്ട് നമ്മളിത് അടിക്കാനാണ് പതിവ്. ഓക്കെ. ഇതൊക്കെ നമ്മളിതിൻ്റെ അടിക്കുന്നത്. ഈ കാണുന്നതും ഇതിൻ്റെ അപ്പുറത്ത് കാണുന്നതൊക്കെ ഈ ചുറ്റുവട്ടത്തിലൊക്കെ ഈ ട്രിയോ പെയിൻ്റാണ് നമ്മൾ അടിച്ചിരിക്കുന്നത്. ഈ ഭാഗത്ത് കുറേ വീടുകളുണ്ട്, അതൊക്കെ ഞാൻ തന്നെ ഈ ട്രിയോ പെയിൻ്റാണ് അടിക്കുന്നത്. ഇതും നമ്മളാ പെയിൻറ്റ് തന്നെ, ട്രിയോ പെയിൻറ്റ് തന്നെ. ഈ ടി വി ഭയങ്കര ഒരു എന്താ പറയുക, ഒരു പുരാവസ്തു പോലെ ഉണ്ടല്ലോ. പുരാവസ്തുവിൻ്റെ കാലം കൂടി ആണോ? ഇതിപ്പോൾ എനിക്ക് കിട്ടിയിട്ട് ഇവിടെ ഈ ഷെഡായിരിക്കുന്ന ടൈമിൽ കിട്ടിയതാണ്. അപ്പോൾ ഇത് എത്ര വർഷമായി? ഇപ്പോൾ വർഷത്തിൽ ഒരു 28 കൊല്ലം. 28 കൊല്ലോ വർക്ക് ചെയ്യോ? അപ്പോൾ ഒന്ന് ഓൺ ചെയ്തേ. 28 കൊല്ലം, മൈ ഗോഡ്. ഓ, നമ്മുടെ പഴയ പിക്ചർ ട്യൂബ് സാധനം അല്ലേ? ഓക്കെ. അപ്പോൾ ഈ ടി വി ഞങ്ങൾക്ക് തരുമോ?
അപ്പോൾ ഒരു ചെറിയ ഡീല്, ഇത് ഈ ടി വി ഞങ്ങൾക്ക് തരിക, ഇതിന് പകരം ഞങ്ങൾ പുതിയൊരു ടി വി തരാം. ചേട്ടാ സന്തോഷമായിട്ട് നമുക്ക് രണ്ടുപേരും പിടിച്ചോളൂ. ചേച്ചി കാണുന്നില്ല. ആ, അപ്പോൾ നമ്മൾ ട്രൂ കോട്ട് പെയിൻസിൻ്റെ വകയായിട്ട് ഈ ഒരു ഫാമിലിക്ക് ഒരു സ്നേഹ സമ്മാനം, ഒരു കളർ ടി വി നമ്മൾ ഒരു ഗിവ് അവേ ആയിട്ട് നമ്മളിന്നും കൊടുക്കുകയാണ്. നമ്മളിന്ന് വന്നു, ഇവരെ കണ്ടു, ഇവരെ പരിചയപ്പെട്ടു, ഇവരുടെ വീടും കാര്യങ്ങളെല്ലാം നമ്മൾ ഒരു ചെറിയ ഹോം ടൂറൊക്കെ നടത്തി അവസാനം നമ്മളൊരു സ്നേഹ സമ്മാനം ഇവർക്ക് നൽകി. അപ്പം എനിക്ക് ഇവരോട് ബൈ പറയുന്നതിന് മുമ്പ് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇതുപോലുള്ള നിങ്ങൾ കാണാത്ത ഡേവിസ് ചേട്ടനും ഇതുപോലുള്ള പെയിൻ്റർ സുഹൃത്തുക്കളുമാണ് ട്രൂ കോട്ട് പെയിൻറ്റ്സിൻ്റെ ഏറ്റവും വലിയ ശക്തി. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇവരാണ് നമ്മളുടെ പെയിൻറ്റ് ഇൻഡസ്ട്രിയുടെ നട്ടെല്ല് എന്ന്. അപ്പം ഞങ്ങളുടെ കമ്പനിയുടെ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് ഞങ്ങൾ എപ്പോഴും പറയുന്നത് ഞങ്ങളുടെ പെയിൻറ്റ് ഡീലർമാരും ഞങ്ങളുടെ പെയിൻറ്റർ സുഹൃത്തുക്കളെയുമാണ്. അപ്പോൾ നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഇനി വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ വീണ്ടും ട്രൂ കോട്ട് പെയിൻറ്റ്സിനെ സപ്പോർട്ട് ചെയ്യുക. ഉണ്ടാവില്ല ഞങ്ങളുടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വീടിനോടും വീട്ടുകാരോടും വിട പറയാം. വിട പറയുന്നതിന് മുമ്പ് പ്രേക്ഷകരോട് ഒരൊറ്റ കാര്യം മാത്രം, നിങ്ങളെല്ലാവരും പെയിൻറ്റ് എക്സ്പെർട്ടീസിൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. അപ്പോൾ കാണാം. ശരി. ഓക്കെ.